ലാപ്ടോപ്പ് മോണിറ്ററിൽ നയോമിയുടെ 2 ചിത്രങ്ങൾ ഒരേ സമയം നിരത്തിവെച്ച് താരതമ്യ പഠനം നടത്തുകയാണ് ഹേമലത ശങ്കർ. പിന്നിൽ ഗോപാൽ വിശ്വസ്ത സേവകനെപ്പോലെ വിനയാനിതനായി നിൽപ്പുണ്ട്. ഈ നയോമിക്കും ആ നയോമിക്കും എന്ന വ്യത്യാസം? ഹേമലത ശങ്കർ തലതിരിച്ചു ഗോപാലിനെ നോക്കി. ഗോപാൽ മോണിറ്ററിലേക്ക് സൂക്ഷിച്ചു നോക്കി. പ്രകടമായ വ്യത്യാസങ്ങളൊന്നും കാണാനില്ല. മുഖത്ത് മറുകോ മറ്റെന്തെങ്കിലും പാടുകളോ ഇല്ല. വേണമെങ്കിൽ ഒരു നയോമി അല്പം ക്ഷീണിച്ചും കവിൾത്തടങ്ങളുടെ കനം കുറഞ്ഞും താടിത്തുമ്പ് അല്പം നീണ്ടും ഇരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് മെലിച്ചിൽ കൊണ്ട് സംഭവിക്കാവുന്ന സ്വാഭാവികമായ അന്തരം മാത്രമാണ്. ക്ഷീണിച്ചു കാണപ്പെട്ട നയോമിയെപ്പോലെ തന്നെ വരും. ഈ മുഖം കുറച്ചും കൂടെ ഓവൽ ഷേപ്പ്, ഗോപാൽ യജമാനത്തിയോട് പറഞ്ഞു. അത് നോക്കണ്ട ഗോപാൽ, പോയ നയോമി അല്പം മിനുങ്ങിയാണിരിക്കുന്നത്. വന്ന നയോമി നല്ലപോലെ ക്ഷീണിച്ചിരുന്നു. പോയ നയോമി ക്ഷീണിച്ചാൽ ഇങ്ങനെ തന്നെ വരും. പോയ നയോമി അല്ല മാഡം തിരികെ വന്നത്. ഗോപാൽ തൻ്റെ വാദം ആവർത്തിച്ചു. ഗോപാൽ, നീ ഒന്നുകിൽ എന്നോട് കള്ളം പറയുന്നു, അല്ലെങ്കിൽ നിന്റെ ടീം നിന്നെ പറ്റിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്നാണ് ശരി. നയോമി ഇവിടെ വന്നതും സംസാരിച്ചതും നീ CCTVയിൽ കണ്ടല്ലോ. അവൾ ഗൗതമിനെ തന്നെയാണ് ഉന്നം വച്ചിരിക്കുന്നത്. അവൾക്ക് ഗൗതമനോട് പ്രേമമൊന്നുമില്ല. അത് അവളുടെ വാക്കുകളിൽ നിന്നും അറിയാം. ഗൗതമൻ്റെ പേരിലുള്ള സ്വത്തും ബിസിനസ്സും കൈവശപ്പെടുത്തുകയാണ് അവളുടെ ഉന്നം. ഹേമലത ശങ്കർ തർപ്പിച്ചു പറഞ്ഞു. പക്ഷേ ഇതുവരെ അവൾക്ക് അങ്ങനെ ഉദ്ദേശമില്ലായിരുന്നല്ലോ. കുറച്ചു നാൾ മുമ്പ് വരെ ഇല്ലായിരുന്നു. അവൾ നയോമിയാണെങ്കിൽ തിരിച്ചു വന്നത് മുതലേ അത് കാണേണ്ടതല്ലേ? ഗോപാൽ ചോദിച്ചു. പറയുന്നത് കേൾക്ക് ഗോപാൽ. അവൾക്ക് മെമ്മറി ലോസ് വരുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. എല്ലാം വീണ്ടും പഠിച്ചു വരാൻ അവൾ കുറേ സമയം എടുത്തു. ഗൗതമനെയും അവൾ പഠിച്ചു വന്നു. അവനെ കൊണ്ടുള്ള ലാഭം അവൾക്കിപ്പോൾ മനസ്സിലായി. പ്രേമത്തിൻ്റെ കഥയെല്ലാം അവൻ തന്നെ പഠിപ്പിച്ചു കൊടുത്തു. പക്ഷേ പ്രേമം അവൾക്കില്ല. അത് ഓർമ്മയുടെ കൂടെ നശിച്ചു പോയി. ഇപ്പോൾ ലാഭക്കൊതി മാത്രമേ ഉള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നീ പറയുന്ന നയോമി ജീവനോടെ ഇല്ലെന്ന്. അതെങ്ങനെ ശരിയാകും? ഞാൻ പറഞ്ഞത് സത്യമാണ് മാഡം. എന്താ തെളിവ്? നിനക്ക് എന്തെങ്കിലും തെളിവ് തരാനുണ്ടോ? തെളിവെല്ലാം നശിച്ചു. അത് വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് ഇതേയുള്ളൂ. നയോമിയെ കിഡ്നാപ്പ് ചെയ്ത കൊട്ടേഷൻ ടീമിൻ്റെ കൂടെ നീ ഉണ്ടായിരുന്നോ? ഇല്ല. നീ എന്തെങ്കിലും നിൻ്റെ കണ്ണുകൊണ്ട് കണ്ടോ? ഇല്ല. വിശ്വസിക്കാവുന്ന എന്തെങ്കിലും അടയാളം നിനക്ക് കിട്ടിയോ? അതുമില്ല. മാഡം, ഞാൻ പറഞ്ഞത് സത്യം. ഇവൾ നയോമിയല്ല. അവളെപ്പോലെ പെരുമാറുന്നതും സംസാരിക്കുന്നതും എല്ലാം വെറും നടിപ്പ്. ശരി, അന്നും ഇന്നും നീ എൻ്റെ ഈ ചോദ്യത്തിന് മറുപടി തന്നിട്ടില്ല. ഇവൾ നയോമി അല്ലെങ്കിൽ പിന്നെ ആര്? ഇവൾ നയോമിയായിട്ട് നടിക്കാൻ തുടങ്ങിയിട്ട് മാസം എത്രയായി? ഇവൾ ആരെന്ന് നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റിയോ? അതാണ് പ്രശ്നം. ഗോപാൽ തല ചൊറിഞ്ഞു. അവളുടെ മുത്തശ്ശിക്കും അങ്കിളിനും നയോമി. അവളുടെ ഭർത്താവിനും കുഞ്ഞിനും ബാക്കി കുടുംബാംഗങ്ങൾക്കും അവൾ നയോമി. അവൾ വർക്ക് ചെയ്യുന്ന സീരിയലിനും സിനിമയ്ക്കും അവൾ നയോമി. അവളുടെ ഫ്രണ്ട്സിനും കോവർക്കേഴ്സിനും അവൾ നയോമി. പോലീസിനും മീഡിയയ്ക്കും അവൾ നയോമി. ഗൗതമിനും അവൾ നയോമി. ഗോപാൽ, നിനക്ക് മാത്രം അവൾ നയോമിയല്ല. അതെങ്ങനെ ശരിയാകും? ഗോപാൽ നിഷേധരൂപേണ തലയാട്ടി. അല്ല മാഡം, അത് നയോമിയല്ല. അത് വെറും നടിപ്പ്. നീ തെളിവ് കൊണ്ടുവാ ഗോപാൽ. അതെന്താ നിനക്ക് സാധിക്കാത്തത്? ഇവൾ നയോമിയല്ലെന്ന് എന്താണ് തെളിവ്? നമ്മൾ എല്ലാ വഴിയും അന്വേഷിച്ചു കഴിഞ്ഞു. അവളോടൊപ്പം കൂടിയിരിക്കുന്ന അഷ്ടമൂർത്തി എന്നയാൾക്ക് പോലും അവൾ നയോമി തന്നെയാണെന്നാണ് വിശ്വാസം. അതെല്ലാം നമ്മൾ സ്കൂട്ടിനി ചെയ്തതല്ലേ? എവിടുന്നോ വന്ന ഏതെങ്കിലും ഒരു പെണ്ണിന് ഇങ്ങനെ എല്ലാവരെയും പറ്റിക്കാൻ കഴിയുമോ എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. മുഖവും ശരീരവും എങ്ങനെയോ സാമ്യം വന്നു എന്നിരിക്കട്ടെ. അവൾക്ക് എങ്ങനെ എല്ലാവരെയും വിഡ്ഢികളാക്കാൻ പറ്റും? അതിനല്ലേ ഓർമ്മനാശം അഭിനയിക്കുന്നത്? ഗോപാൽ, ഇത് ശരിയാവില്ല. നിനക്ക് തെളിവൊന്നും തരാനില്ല. എന്തിനു വേണ്ടിയാണോ ഞാൻ നിനക്ക് 25 ലക്ഷം രൂപ തന്നത്, ആ കാര്യം നടന്നിട്ടില്ല. ആ തടസ്സം മാറിയിട്ടില്ല. എനിക്ക് നിന്നോട് മാത്രമേ ചോദിക്കാനുള്ളൂ. ഇത്രയും നാൾ നീ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു. നയോമിക്ക് ഗൗതമനെ വേണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഇതങ്ങനെയല്ല. ഹേമലത ശങ്കർ തിരികെ കസേരയിലേക്ക് ഇരുന്നു. ഇത് ഞാൻ സോൾവ് ചെയ്തോളാം മാഡം, ഗോപാൽ പറഞ്ഞു. അവളുടെ ശല്യം ഞാൻ തീർത്തു തരാം. പക്ഷെ ഒരു കാര്യം നീ ഓർത്തോളണം ഗോപാൽ. അവൾ നയോമി അല്ലെങ്കിൽ പിന്നെ ആരാണവൾ എന്ന് ഉറപ്പാക്കിയേക്കണം. എന്നിട്ടേ എന്തെങ്കിലും ചെയ്യാവൂ. ശരി മാഡം, ഗോപാൽ പ്രതിവചിച്ചു. ഗോപാൽ പോയി കഴിഞ്ഞ ശേഷം ഹേമലത ശങ്കർ അഭിരാമിയെ വിളിച്ചു പറഞ്ഞു. നയോമി വന്നിട്ടുണ്ടായിരുന്നു. സംസാരിച്ചു. അവൾ നയോമിയല്ലെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഗൗതമനോട് അവൾക്ക് പ്രണയമൊന്നുമില്ല. സ്വത്താണ് അവളുടെ ലക്ഷ്യം. ഗോപാൽ ഇപ്പോഴും പറയുന്നത് അവൾ നയോമിയല്ലെന്നാണ്. അവനോട് വേണ്ടത് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ശരിയായി വരുമെന്ന് പ്രതീക്ഷിക്കുക. ഇതിൽ കൂടുതൽ നമുക്ക് ഒന്നും ചെയ്യാനില്ല. മറുവശത്ത് നിന്നും നിരാശയോടെയുള്ള ഒരു മൂളൽ മാത്രമുണ്ടായി. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഹേമലത ശങ്കർ ഫോൺ വച്ചു. കാറിൽ മടങ്ങുന്നതിനിടയിൽ നയോമി അഷ്ടമൂർത്തിയുടെ ഫോൺ തിരികെ കൊടുത്തിട്ട് വിളിച്ചു പറഞ്ഞു. ഇതൊരു തരം സ്പൈ വർക്കാണ്. ഇനിയെങ്കിലും ഇത്തരം കാര്യങ്ങൾക്കൊന്നും എന്നെ നിർബന്ധിക്കരുത്. മറ്റൊരു കാറിൽ ജിംസണും ഡോണും അവരെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഹേമലത ശങ്കറുമായുള്ള മീറ്റിംഗ് എങ്ങനെയിരുന്നു?
വലിയ ബിസിനസ് മാഗ്നറ്റാണ് ആ ലേഡി. അവരെ നേരിൽ കാണുന്നതും സംസാരിക്കാൻ കഴിയുന്നതുമൊക്കെ വലിയ ഭാഗ്യമാണ്. അഷ്ടമൂർത്തി പറഞ്ഞു. എനിക്ക് ആ ഭാഗ്യം വേണ്ട. ഇനി നിന്നെ ആ പുലിമടയിലേക്ക് വിടുന്നില്ല. അഷ്ടമൂർത്തി ചിരിച്ചു. ആ സ്ത്രീ കുറച്ച് മാന്യതയുള്ളവളാണെന്നാണ് എനിക്ക് തോന്നിയത്. മര്യാദയ്ക്ക് എന്നോട് പെരുമാറിയത്. അവർക്ക് അവരുടെ മകനും ബിസിനസ്സും ഒക്കെ വളരെ വലുതാ. എന്നെ അവർ ഒട്ടും വലുതായി കാണുന്നില്ല. നിന്നെ തീരെ ചെറുതായിട്ട് കാണുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. ചെറുതായിട്ട് കാണുന്നില്ലെങ്കിലേ ഞാൻ അവരുടെ മകനെ പിടിച്ചു വയ്ക്കരുത്, അതേയുള്ളൂ അവരുടെ ഡിമാൻഡ്. വിട്ടുകൊടുത്താൽ അവരെനിക്ക് എന്ത് പ്രതിഫലം വേണമെങ്കിലും തരും. ഒരു 50 ലക്ഷത്തിനും 1 കോടിക്കും ഇടയ്ക്ക് ഡിമാൻഡ് ചെയ്യാവുന്നതേയുള്ളൂ. അവർ തരും. ഒറ്റ വ്യവസ്ഥയുള്ളൂ. ഇനിമേലിൽ ഞാൻ ഗൗതമിനെ കാണുകയോ മിണ്ടുകയോ അരുത്. പൂർണ്ണമായിട്ടും ആ ബന്ധം കട്ട് ചെയ്യണം. പണം വേണമെങ്കിൽ അങ്ങനെ, ലാൻഡ് പ്രോപ്പർട്ടി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും തരും. വില്ലയോ ഫ്ലാറ്റോ ആണ് വേണ്ടതെങ്കിൽ അതും തരും. നല്ല ഓഫറാണല്ലോ. ഗൗതമിൻ്റെ പണം തട്ടാൻ വേണ്ടിയാണ് ഞാൻ അയാളെ വിടാതെ പിടിച്ചിരിക്കുന്നത്. ആ സംശയവും ന്യായം. പക്ഷേ അങ്കിളെ, ഞാനില്ല ഇനി ഒന്നിനും. വയ്യ. എനിക്ക് അവരുടെ പൈസയും വേണ്ട, ഗൗതമിനെയും വേണ്ട. അറിയാവുന്ന ജോലി ചെയ്ത് എൻ്റെ കുടുംബം നോക്കി ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോളാം. ഡ്രൈവിങ്ങിനിടയിൽ ഒരു നിമിഷം അഷ്ടമൂർത്തി തലതിരിച്ച് അവളെ നോക്കി. സ്പൈ വർക്കിന് ഞാനില്ലെന്നേ പറഞ്ഞോളൂ. ഞാനും ഹേമലത ശങ്കറും കൂടി നടത്തിയ സംഭാഷണം മുഴുവൻ ആ മൊബൈലിലെ വോയിസ് റെക്കോർഡിലുണ്ട്. ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാനില്ല. ഗൗതവുമായി ഒരു മീറ്റിങ്ങും കൂടി നീ സമ്മതം ചോദിച്ചിട്ടില്ലേ? അഷ്ടമൂർത്തി ചോദിച്ചു. അതെന്നോട് അങ്കിൾ പറഞ്ഞിരുന്ന പോലെ തന്നെ ചെയ്തു. നെക്സ്റ്റ് മീറ്റിംഗ് അവസാനത്തേതായിരിക്കണമെന്ന അവരുടെ വാണിങ്. എനിക്കിനി ഗൗതമിനെ കാണുകയേ വേണ്ട. നീ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അങ്കിളിനെ ഓർത്താ പറയാതിരുന്നേ. ഓക്കെ, ഏതായാലും ഇനി നിങ്ങളുടെ സംഭാഷണം എങ്ങനെയുണ്ടായിരുന്നെന്ന് പഠിച്ചിട്ടേയുള്ളൂ ഫർദർ ഡിസിഷൻസ്. നിന്നെ വീട്ടിലേക്ക് തിരിച്ചു വിട്ടേക്കാം. എന്താ? ശരി. ഗൗതമുമായിട്ടുള്ള ലാസ്റ്റ് മീറ്റിങ്ങിന് നീ റെഡിയായിട്ടിരിക്കണം. അയാൾ വിളിക്കുന്ന നേരത്തല്ല, ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത്. എനിക്ക് പ്രൊട്ടക്ഷൻ തരാൻ അങ്കിളിന് പറ്റുമോ? ആ സ്ത്രീ എന്നെ എന്തെങ്കിലും ചെയ്താൽ? നീ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രൊട്ടക്ഷനിലാണ്. ആ ഹേമലത ശങ്കർ ഒരുപക്ഷെ എൻ്റെ കാര്യം ഏതെങ്കിലും കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ അവരുടെ ഓഫറിനൊന്നും വഴങ്ങുന്നില്ലെങ്കിൽ. അതും ഞങ്ങൾ കരുതിയിട്ടുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്താണ് ശരി. ഗൗതമുമായി ഞാൻ എന്തെങ്കിലും ബന്ധം മുമ്പ് ഉണ്ടാക്കിയെങ്കിൽ അത് വലിയ തെറ്റായിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യരുതായിരുന്നു. ഭർത്താവും കുഞ്ഞുമുള്ള ഞാൻ ഭാര്യയും കുഞ്ഞുമുള്ള ഒരാളെയാണ് അടർത്തിയെടുത്ത് എന്നോട് ചേർക്കാൻ ശ്രമിച്ചത്. നയോമി പറഞ്ഞു. നീയല്ലല്ലോ അങ്ങനെ ചെയ്തത്, പഴയ നയോമിയല്ലേ? അഷ്ടമൂർത്തി ചോദിച്ചപ്പോൾ നയോമി പെട്ടെന്ന് മുഖം തിരിച്ച് അയാളെ നോക്കി. പുതിയ നയോമിക്ക് പഴയ നയോമിയെ പറ്റി ഒന്നും അറിയില്ല. പഴയ നയോമിയെപ്പോലെ ചീത്ത അഭിലാഷങ്ങളില്ല, ഹീനമായ വികാരങ്ങളില്ല, ദുരാഗ്രഹം ഒട്ടുമില്ല. എന്നു മാത്രമല്ല, പുതിയ നയോമി നന്മയിലും സ്നേഹത്തിലും ത്യാഗത്തിലും വിശ്വസിക്കുന്നു. ശരിയല്ലേ? അങ്കിൾ എന്താ പുതിയ നയോമി എന്ന് പറഞ്ഞത്? പഴയ നയോമി തന്നെയല്ലേ പുതിയതും? ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കാണുന്ന രൂപമാണോ? ഒരാളുടെ ചിന്തയും പ്രവൃത്തിയും കൊണ്ടാണ് വ്യക്തി ഉണ്ടാവുന്നത്. നയോമി എന്ന ശരീരമല്ല, നയോമി എന്ന വ്യക്തി. ചിന്തയും പ്രവൃത്തിയും സംഭാഷണവുമാണ്. അങ്ങനെ നോക്കുമ്പോൾ പഴയ വ്യക്തിയല്ല പുതിയ നയോമി. പുതിയ ചിന്ത, പുതിയ പ്രവൃത്തി, പുതിയ സംഭാഷണം, ഇതൊന്നും പഴയ വ്യക്തിയുടേത് പോലെയല്ല. യാതൊരു സാമ്യവുമില്ല. അഷ്ടമൂർത്തി വിശദീകരിച്ചു. അത്രയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടല്ലേ? നയോമിയുടെ ഒച്ച ദുർബലമായി. നയോമിക്കറിയില്ല. നയോമിക്ക് വരുന്ന മാറ്റങ്ങൾ ചുറ്റുമുള്ളവരാണ് അത് തിരിച്ചറിയുന്നത്. ഇനി വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല, നയോമി പറഞ്ഞു. അങ്ങനെ കണ്ണുമടച്ച് പറയണ്ട. ഞങ്ങളൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. അഷ്ടമൂർത്തി ചിരിച്ചു. അതെന്തു മാറ്റം? നയോമിയുടെ പുരികം ചുളിഞ്ഞു. വീടിൻ്റെ ഗേറ്റിൽ ഡ്രോപ്പ് ചെയ്താൽ പോരെ? അഷ്ടമൂർത്തി ചോദിച്ചു. അതു മതി, നയോമി സമ്മതിച്ചു. എന്നാൽ നമ്മൾ എത്തി. വളവ് തിരിഞ്ഞ് ഏതാനും വാരകൾ മുന്നോട്ട് പോയ ശേഷം കാർ ഗേറ്റിനോട് ചേർന്ന് നിന്നു. അപ്പോൾ നമുക്ക് ഇനിയും കാണാം, ഞാൻ വിളിക്കാം. അഷ്ടമൂർത്തി കൈനീട്ടി. ഹസ്തദാനം നടത്തുമ്പോഴോ നയോമിയുടെ കണ്ണിൽ ചോദ്യം ബാക്കി നിന്നു. പക്ഷേ അഷ്ടമൂർത്തി ഉത്തരം നൽകിയില്ല. ജിംസണും ഡോണും സഞ്ചരിച്ചിരുന്ന കാർ അഷ്ടമൂർത്തിയെ മറികടന്നു പോയി. നയോമി കാറിൽ നിന്നിറങ്ങി വീട്ടിൽ ചെന്ന് കയറുന്നതുവരെ അഷ്ടമൂർത്തി കാത്തുനിന്നു. അതിനുശേഷം കാർ ഓടിച്ചു പോയി. അഷ്ടമൂർത്തിയും സംഘവും ഹോട്ടൽ റൂമിൽ ഒത്തുകൂടി. ഫോണിലെ വോയിസ് റെക്കോർഡർ പതിച്ചെടുത്ത സംഭാഷണങ്ങൾ അവർ ശ്രദ്ധാപൂർവം കേട്ടു. ആദ്യം മുതൽ അവസാനം വരെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കേട്ടു. ഹേമലത ശങ്കറുടെ സംഭാഷണത്തിൻ്റെ ഒരു ഭീഷണിയുണ്ട്, അത് ശ്രദ്ധിച്ചോ? ഡോണ്ടി പറഞ്ഞു. നയോമിയെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഭീഷണിക്കും അപ്പുറത്തുള്ള ഭീഷണി. അതായത് നയോമിയെ കൈകാര്യം ചെയ്തതുപോലെ നിന്നെയും വേണ്ടി വന്നാൽ കൈകാര്യം ചെയ്യാൻ മടിയില്ലെന്ന്. അതെനിക്ക് മനസ്സിലായില്ല. ജിംസൺ നെറ്റിച്ചുളിച്ചു. നയോമിയെ അവർ വേണ്ടവിധം കൈകാര്യം ചെയ്തു കഴിഞ്ഞു എന്ന ധ്വനി അവരുടെ സ്വരത്തിലുണ്ട്. അതവർക്ക് തീർച്ചയുള്ള കാര്യമാണ്. ഈ നയോമി വേറൊരാളാണ്. ഇവൾ നയോമിയായിട്ട് നടിക്കുകയാണ്. ഇവൾക്ക് ഗൗതമനോട് ആസക്തിയില്ല. പക്ഷേ ഇവളും ശല്യമായി തീർന്നാൽ ഉചിതമായ നടപടി സ്വീകരിക്കാൻ മടിയില്ല.
ഡോണ്ടി വിശദീകരിച്ചു. ശരിയാണ്, അതാണ് അവർ ഉടനീളം പറഞ്ഞു വയ്ക്കുന്നത്. ഒരു കൊലപാതകം കൂടി നടത്താൻ അവർക്ക് താല്പര്യമില്ല. ആദ്യത്തേത് കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. രണ്ടാമതൊന്ന് വേണ്ടി വന്നാൽ നയോമി എന്ന പേരിൽ കൊല്ലപ്പെടുന്നത് ആരാണെന്നും അവർക്കറിയില്ല. അത് എവിടെ ചെന്നെത്തും എന്ന ഭയമുണ്ട്. അതുകൊണ്ടാണ് എന്തും കൊടുത്ത് ഒഴിവാക്കി കിട്ടാൻ വേണ്ടി കനത്ത ഓഫർ വച്ചിരിക്കുന്നത്, ഡോണ്ടി പറഞ്ഞു. അപ്പോൾ ഹേമലത ശങ്കറാണ് നയോമിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിലുള്ള പ്രേരക ശക്തിയും സാമ്പത്തിക ശക്തിയും, അഷ്ടമൂർത്തി അഭിപ്രായപ്പെട്ടു. യാതൊരു സംശയവും വേണ്ട. പക്ഷേ അവരെ സഹായിച്ചത് ആരൊക്കെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അവരെ എങ്ങനെ പിടികൂടും? ജിംസൺ ചോദിച്ചു. ഇരയായി നയോമിയെ തന്നെ ഇട്ടുകൊടുക്കണം. ആ ഇരയെ കൊത്തേണ്ടത് ഹേമലത ശങ്കർ എന്ന വമ്പൻ സ്രാവാണ്. അവർക്ക് കൊത്താതിരിക്കാൻ പറ്റില്ല, ഡോണ്ടി ശുഭാപ്തി വിശ്വാസത്തോടെ പറഞ്ഞു.